പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർന്ന് ദിവ്യകാരുണ്യ സ്നേഹത്തിൽ വസിക്കുന്ന ജീവിതങ്ങൾ സഭയുടെ ആരംഭം മുതലേ നിരവധിയാണ്. മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ ഗോതമ്പപ്പത്തോളം ചെറുതായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോയെ സ്വീകരിച്ച് ആ സ്നേഹത്തിൽ ലയിച്ച് ജീവിതം നയിക്കുന്ന ഈ കുടുംബത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. എൻ്റെ പേര് ബെന്നി. വരാപ്പുഴ രൂപതയിലെ സെൻറ്റ് ജൂഡ് ചർച്ച് ഉണിച്ചിറ ഇടഭാഗങ്ങളാണ്. ഞങ്ങൾ ഒരു 15 വർഷമായിട്ട് എറണാകുളത്ത് താമസമാണ്. സ്വദേശം പെരുമ്പാവൂരാണ്. ഞാൻ ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് 1 year ആയിട്ട് ഞാൻ സ്വന്തമായിട്ട് ബാങ്ക് റിലേറ്റഡ് ബിസിനസ് ചെയ്യുകയാണ്. ലോണിൻ്റെ ഒരു കൺസൾട്ടൻസിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ഭാര്യ അഞ്ജു. ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. മൂത്തയാൾ ക്രിസ് റാഫേൽ, രണ്ടാമത്തെ ആൾ ഡോൺ ഇമാനുവൽ, മോള് മൂന്നാമത്തത് മോളാണ് എസ് മറിയം, മോൻ ഫാബിയൻ ജോസഫ്. ഇവർ അസീസി ചെമ്പുമുക്കിൽ അസീസി വിദ്യാധീന സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ടീച്ചറാണ്. ഇപ്പോൾ ലാസ്റ്റ് 2 കുട്ടികളും തീരെ അവർ വലിയ 1 year ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഫാമിലി എന്നെ കെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ജോലി ഇപ്പോൾ റിസൈൻ ചെയ്തേക്കുകയാണ്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ചെറുപ്പകാലത്തിലേക്കാണ് ശരിക്കും നമ്മുടെ ഓർമ്മകൾ പോകുന്നത്. ആദ്യ കുർബാന സ്വീകരിച്ച നാൾ മുതലാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരു അൾത്താര പാലകനാകാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈശോയുടെ അടുത്ത് നിൽക്കാനും അതിൽ കൂടുതൽ നമുക്ക് വ്യാപൃതരാകാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ എടുത്തത്. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം ഞങ്ങളുടെ വീട് ഇത്തിരി ദൂരെയായിരുന്നു, ബസ്സിനൊക്കെ പോയി വരണം. അപ്പോൾ ഞായറാഴ്ചകളിലും പിന്നെ ഇട ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലുള്ള സമയങ്ങളിലെല്ലാം കുർബാനയിൽ അടുത്തുള്ള വീടുകളിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് പള്ളിയിൽ വന്നുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് നിന്നുകൊണ്ടിരുന്നത്. കുഞ്ഞിലേ മുതൽ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മൂമ്മ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും കുഞ്ഞിലേ മുതൽ വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുള്ള പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് മാതാവിൻ്റെ കൊന്തയും എത്തിക്കലും ഒക്കെ അത് എൻ്റെ ഇപ്പോഴും എനിക്ക് വലുതായി കഴിഞ്ഞപ്പോഴും ആ കുഞ്ഞിലേ കിട്ടിക്കണം. അമ്മ അപ്പോൾ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുകയൊക്കെ ചെയ്യണ സമയത്തും അമ്മ അത് എത്തിക്കുമ്പോൾ, എൻ്റെ അമ്മൂമ്മ എത്തിക്കുമ്പോൾ എനിക്കത് ഭയങ്കര, അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ അമ്മയുടെ ഒരു പ്രാർത്ഥന ശരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊന്ത എത്തിക്കാനും ഒക്കെ ഇപ്പോൾ എനിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലെല്ലാം നല്ല വെളുപ്പിലൊക്കെ എഴുന്നേറ്റിരുന്ന് കൊന്തയൊക്കെ എത്തിക്കാറുണ്ട്. പിന്നെ കുഞ്ഞുനാളിലെ ഇതുപോലെ കിട്ടുന്ന സമയങ്ങളിൽ പറ്റാവുന്ന ദൂരെ ആയത് കാരണം നമുക്ക് ഞായറാഴ്ചകളിൽ എന്തായാലും നമ്മൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഇട ദിവസങ്ങളിലും പോയിക്കൊണ്ടിരുന്നു. കുടുംബത്തിൽ വെളിച്ചം നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു സിദ്ധൌഷധമായാണ് വിശുദ്ധ കുർബാനയെ വിശുദ്ധ ചാവറിയച്ചൻ വിശേഷിപ്പിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചിയും ഉറവയുമെന്ന് 2ാം വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിച്ച ഈ ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തിയും സ്നേഹവും തലമുറകൾ തോറും വളർത്തേണ്ടതും പകരപ്പെടേണ്ടതുമാണ്. ബെന്നിയുടെ വീട്ടിലാണെങ്കിലും അമ്മച്ചി അപ്പച്ചനൊക്കെ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കൂല. 8 മണിക്കാണ്. 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അപ്പച്ചൻ എന്തായാലും അത് എത്ര എന്താ പറയണേ, എങ്ങനെയാണ് 8 മണിക്ക് അവിടെ പായിടണം എന്നുള്ള ഒരു, ആര് വന്നാലും ഗസ്റ്റ് വന്നാലൊക്കെ ആ ഒരു ഇത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. അപ്പോൾ പിന്നെ അച്ഛനാണ് അനിയൻ അച്ഛനായതിനെയൊക്കെ ശരിക്കും ഒരു അഭിവൃദ്ധി, ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിലുണ്ട്. കുടുംബ പ്രാർത്ഥന അത് അപ്പച്ചനും അമ്മച്ചും ഡെയിലി ഒന്നും പോയില്ലെങ്കിലും കുടുംബ പ്രാർത്ഥന ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ചെറുപ്പത്തിൽ മുതൽ എല്ലാവരും അതങ്ങനെ ശീലിച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അത് കുട്ടികൾ ഓരോരുത്തരായപ്പോഴും അവരും അതിൽ സംബന്ധിക്കാൻ തുടങ്ങി.
അപ്പോൾ അവർക്കും അതൊരു ചെറുപ്പത്തിലൊരു ബോധ്യമാണ്, ദിവസത്തിൽ ആ ഒരു സമയത്ത് കുരിശ് വരയ്ക്കണം, പ്രാർത്ഥനയിൽ സംബന്ധിക്കണം എന്നുള്ളൊരു ബോധ്യം അവർക്കും ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെറുപ്പകാലത്തിലേ കാണുന്നത് അവരങ്ങനെ ശീലിച്ച് പോരുവാണ്. ഇപ്പം ഇളയ മോനും ചെറിയ ഇപ്പം അവർക്ക് 4 വയസ്സ് 5 വയസ്സായി. ഇപ്പോൾ ഡെയിലി അത് കേൾക്കണ കാരണം ഒരു പ്രാവശ്യം പോലും ഞാൻ പറഞ്ഞു ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു രഹസ്യം അവരാണ് ചൊല്ലണത്. പിന്നെ കഴിഞ്ഞ ജനുവരിയിൽ നമ്മുടെ പള്ളിയിൽ പോപ്പുലർ മിഷൻ ധ്യാനം വന്നു. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത രാവിലെ നമ്മൾ പോകണം, വൈകിട്ടും പോകണം. അപ്പോൾ രാവിലെ 5:30 തുടങ്ങുമായിരുന്നു. അപ്പോൾ ആദ്യം മനസ്സിൽ എങ്ങനെ ഇത് 5:30 പിള്ളേരെയും ചെറുതിനെയും കൊണ്ടൊക്കെ എങ്ങനെ പോകുന്നുള്ള ഒരു ഇത് വന്നു. പക്ഷെ ഞാൻ തീരുമാനിച്ചു, നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണമെന്നാണല്ലോ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. 3 മണി 3:30 എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റും 5:30 എൻ്റെ അടുക്കളയിലത്തെ എല്ലാം കഴിഞ്ഞിരിക്കും. 5:30 കഴിഞ്ഞാലാണ് ഇവരെ പിള്ളേരെ വിളിക്കണമെങ്കിൽ ഞാൻ തന്നെ വിളിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് യൂണിഫോമും കുളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് 6:15 നമുക്ക് ഇറങ്ങിയാലാണ് അന്ന് 5:30 ചെല്ലണം. കുർബാനയ്ക്കാണ് 6:30 ചെല്ലേണ്ടിയിരുന്നത്. ഈ ധ്യാനത്തിന് 5:30 ചെല്ലണം. 5:15 നമ്മൾ അവിടെ ചെല്ലാൻ പാകത്തിന് അറേഞ്ച് ചെയ്ത് അങ്ങനെ പോയി. ധ്യാനം 7 മണിക്ക് കഴിയും. ഇവർക്ക് 8 മണിക്കാണ് സ്കൂളിൽ എത്തേണ്ടത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പള്ളിയിൽ ഇരുന്ന് തന്നെ കൊടുത്ത് സ്കൂളിൽ കൊണ്ടുവന്നാക്കി പിന്നെ വീട്ടിൽ പോയി വൈകുന്നേരം അങ്ങനെ അതങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നമുക്ക് ടൈമിങ്ങിൽ ഇത്തിരി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റ് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ ധ്യാനത്തിലാണ് ബെന്നി, അപ്പം നമ്മൾ വെളുപ്പിനെ പോയല്ലോ, അങ്ങനെ ബെന്നി സ്ഥിരമായിട്ട് അങ്ങനെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു. 3 പേരിൽ നിന്നും ഭയങ്കര വ്യത്യാസം അയാള്. അവൻ മറ്റവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നമ്മൾ പുറത്ത് നിന്നാലും എന്നെ കൺമുന്നിൽ നിന്നിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ ഇവൻ ഒരു 2-2.5 വയസ്സ് വരെ മുന്നോട്ട് പോയാൽ പുറകോട്ട് നോക്കൂല. വീട്ടിലൊന്നും പക്ഷെ ഇപ്പോൾ ഒരു അങ്ങനെ കുഴപ്പമില്ല. പള്ളി വന്ന ഭയങ്കര ഓട്ടവും ഒക്കെ. കൊന്തയ്ക്ക് അങ്ങനെയാണെങ്കിലും ഈ 10 ദിവസത്തെ കൊന്ത, കുരിശിൻ്റെ വഴി അതൊന്നും മുടക്കാറില്ല. ഇവരെയും കൊണ്ട് തന്നെ പുറത്തു നിന്നാണെങ്കിലും ഞാൻ കൂടും. ഒരു പ്രാവശ്യം ഒരു 10 ദിവസത്തെ കൊന്തയിൽ ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടോടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം ഇവൻ അത്രയും ബഹളം ഐശ്വര്യ. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് റെഡിയാക്കണേ. പക്ഷേ ഇപ്പം നമ്മളങ്ങനെ കൊണ്ടുപോയ കാരണം ഒരു കുഴപ്പമില്ല. കുർബാനയൊക്കെ ഫുള്ളി നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇവൻ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പള്ളിയിലൊക്കെ ആണെങ്കിലും അത് നമുക്ക് ചില സമയങ്ങളിൽ കേൾക്കാം ഇങ്ങനെ പറയണത്, ഇങ്ങനെ അച്ഛൻ്റെ മറുപടി പറയണതും അവിടെ ഫുള്ളി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഓടി നടക്കുവാണെങ്കിലും ആളുടെ മനസ്സിലേക്ക് പതിയുന്നുണ്ട്. അതുപോലെ നന്മ പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ തന്നെയാണ് ഒരു ദിവസം ഇങ്ങനെ ഫുൾ ചൊല്ലിയാണ്. ഒരു 2 വയസ്സ് 3 വയസ്സ് ഒക്കെ ഉള്ള സമയത്ത് മോളും മോനും ഒത്തിരി പ്രതിസന്ധികളും ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ടെൻസ്ഡ് ആവാതെ, അല്ലെങ്കിൽ ഞാനൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും നിസ്സാര കാര്യം വരുമ്പോഴത്തേക്കും ടെൻഷനായി പോണ ആളാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഭയങ്കര സമചിത്തത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഈശോയായിട്ട് ആലോചിച്ച്, ഈശോയുടെ ആലോചന ചോദിച്ച് ഇപ്പം ഞാൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നീ നടത്തണേ ഈശോയെ, അല്ല അങ്ങനെ വരണേ ഇങ്ങനെ വരണേന്നല്ല, ഈശോയെ നിൻ്റെ ഹിതം നിറവേറണേന്നാണ് പ്രാർത്ഥിക്കണേ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവരെ ഇന്നതാക്കണം ഡോക്ടറാക്കണം അങ്ങനെ ഒരു ബോധ്യമില്ല. ഈശോ ജനിച്ച് ഒരു അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഈശോയ്ക്ക് ഒരു കുഞ്ഞിനെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇപ്പം ഞങ്ങൾക്ക് 4 മക്കളാണ്. ഈ 4 മക്കളെക്കുറിച്ചുള്ളൊരു പദ്ധതി, ഈശോയെ നിൻ്റെ പദ്ധതി എന്താണോ ആ പദ്ധതിയിലൂടെ എനിക്ക് ആ കുടുംബം നോക്കുവാനുമുള്ള ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ളൊരു കൃപ തരണേന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിൽ വിശുദ്ധ കുർബാന അനിവാര്യമാണ്. ഭയങ്കര ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു എന്താ പറയണ്ട, ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ, നല്ലൊരു ഇതാണ് വിശുദ്ധ കുർബാന. അതുപോലെ മാതാവിൻ്റെ ജപമാല മക്കളെ വിശ്വാസ ജീവിതത്തിൽ അങ്ങനെ തന്നെ വളർത്തണേ എന്നുള്ള ഒരു ഇതിലാണ്. ഇവരെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും എനിക്കിങ്ങനെ ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം അത്രയില്ല, പക്ഷേ ആ സമയത്തൊക്കെ കുറേ കൊന്ത എത്തിക്കുമായിരുന്നു. പ്രഗ്നൻ്റ് ആവണം. മൂത്ത മോന് കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഡെലിവറിയുടെ സമയത്ത്. അന്ന് എത്തിച്ചുകൊണ്ടിരുന്നു. പുറത്ത് അമ്മച്ചിയൊക്കെ നിൽക്കും, അവരോടൊക്കെ എത്തിക്കാൻ പറഞ്ഞ്. 2ാമത്തെ 3ാമത്തെ 4ാമത്തെ ആളുടെ ഡെലിവറി തന്നെ എനിക്ക് ഭയങ്കര പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വേദനയൊക്കെ ഒരു വിത്തിൻ 2 അവേഴ്സിനുള്ളിൽ ചെന്ന് ഡോക്ടർ പോലും അതിശയിക്കുക ആ ഡെലിവറിയൊക്കെ നടന്നത്. മാതാവിൻ്റെ ഭയങ്കര ഒരു അത്ഭുതമാണ് നടന്നത്. ഭയങ്കര ഒരു വിശ്വാസമാണ് മാതാവിലും പരിശുദ്ധ കുർബാന പരിശുദ്ധാത്മാവൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ഇടപെടലാണ് ഓരോ കാര്യങ്ങളിൽ. 2016 മെയ്യിലാണ് ക്രിസ്ത്യൻ്റെ ആദ്യ കുർബാന സ്വീകരണം നടന്നത്. അപ്പോൾ ആദ്യ കുർബാന സ്വീകരണം നടന്നതിന് ശേഷം പള്ളിയിൽ അച്ഛൻ സ്വാഭാവികമായിട്ടും എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കുർബാന സ്വീകരണം, കുർബാനയിൽ സംബന്ധിക്കണം എന്ന് കുട്ടികളോട് അച്ഛനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ട്. ഒരാഴ്ചയാണ് അങ്ങനെ അച്ഛൻ പറയും, ഇങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂസ് പോകണമെന്ന്. പക്ഷേ ഇവനെ നമ്മൾ കണ്ടിന്യൂസ്ലി അപ്പോൾ ആദ്യം നമുക്കങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ ഇത്തിരി ദൂരെയാണ് പള്ളിയിൽ പോകണതും ഒക്കെ. അപ്പോൾ ബെന്നി ഉണ്ടെങ്കിൽ വണ്ടിയെടുത്ത് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു 2 ദിവസം 3 ദിവസം 4 ദിവസം അങ്ങനെ പോയപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലിങ്ങനെ തോന്നുകയാണ് അവനെ ഒരിക്കലും കുർബാന, അവൻ്റെ ജീവിതത്തിൽ മരണം വരെ കുർബാന സ്വീകരണം ഒരിക്കലും
വിശുദ്ധ കുർബാന മുടക്കരുത്, ഡെയിലി അവന് ഈശോനെ കൊടുക്കണം എന്നുള്ളൊരു മനസ്സിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ മെയിൽ ശരിക്കും വെക്കേഷനായിരുന്നു. ആ വെക്കേഷൻ തീരുന്നവരെ ഞങ്ങൾക്ക് ഇടവേള, കാരണം സ്കൂൾ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി ദൂരെ പോയാണ് വീട് വാങ്ങിച്ചിരുന്നത്. ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട് ഇടവപ്പള്ളിയിൽ നിന്ന്. സ്കൂളിനോട് അടുത്തുള്ള വീട് വാങ്ങിച്ചു. അന്നേരം ഒരു നൈപുണ്യ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇച്ചിരി ദൂരെയാണ് നമ്മുടെ ഇടവകപ്പള്ളി. പക്ഷേ നമ്മുടെ അടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ വ്യത്യാസത്തിൽ വേറൊരു പള്ളിയുണ്ട് നമ്മുടെ അടുത്ത് തന്നെ. അപ്പം ആ പള്ളിയിൽ ഡെയിലി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ പോയി. പിന്നെ വെക്കേഷൻ രാവിലെ ബെന്നിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് എടപ്പള്ളിയിൽ വന്നെ ഫെറോന ചർച്ചിൽ വന്ന് അവിടെയൊക്കെ വന്ന് വൈകിട്ടത്തെ, രാവിലെ കൂടാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ടത്തെ, അങ്ങനെ ഒരിക്കലും മുടക്കാതെ അങ്ങനെ ഒരു വർഷത്തോളം 2016 മെയ്യിൽ തുടങ്ങി ഫെബ്രുവരി വരെ അങ്ങനെ കണ്ടിന്യൂസ് പോയി. ഫെബ്രുവരി ആയപ്പോഴത്തേക്കും പെട്ടെന്ന് അവനൊരു വയറുവേദന വന്നിട്ട്, അപ്പം ഞങ്ങൾ ഡെയിലി അന്നേരം മാസിന് അവൻ ആരാണ് കൊണ്ടുപോകുന്നത് അയാൾ കുർബാനയിൽ സംബന്ധിക്കും. ചിലപ്പോൾ അമ്മച്ചി അപ്പച്ചനും ആയിരിക്കും. എനിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അമ്മച്ചിനെ. അവനെ ഒരിക്കലും മുടക്കിയിട്ടില്ല. ഫെബ്രുവരി വന്നപ്പോൾ അവനൊരു വയറുവേദന വന്ന് അപ്പൻഡിസൈറ്റിസിൻ്റെ സർജറി വേണ്ടി വന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വേറെ നമ്മുടെ ക്രിസ്ത്യൻ ഇതായിരുന്നില്ല. അപ്പം അങ്ങനെ മുടങ്ങിയതോടുകൂടി അതങ്ങ് മുടങ്ങിപ്പോയി ശരിക്കും. അതിനുശേഷം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ കുർബാന അങ്ങനെ മുടങ്ങിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ അവനെ കുമ്പസാരിപ്പിച്ചപ്പോൾ അവൻ്റെ കുമ്പസാരം നമ്മൾ ഇങ്ങനെ 3 മാസം 4 മാസം ഒന്നുമല്ല, ഒരു മാസത്തിൽ അന്നൊക്കെ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഒരു മാസത്തിന് അപ്പുറം പോവാറില്ല കുമ്പസാരം. അത് ശരിക്കും ശ്രദ്ധിച്ച് അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ പള്ളി പറ്റിയില്ലെങ്കിൽ വല്ലാർപാടം അങ്ങനെയൊക്കെ പോയി ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ പേര് ക്രിസ്. ഞാൻ 8ാം ക്ലാസ്സിലോട്ടാണ്. എൻ്റെ സ്കൂൾ അസീസി ചെമ്പുമുക്കിലാണ്. ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ഈ 2 വർഷത്തിന് ഇടയിൽ എനിക്ക് കുറച്ച് മാസങ്ങളിൽ കുർബാന എല്ലാ ദിവസവും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വീട് ഇപ്പോൾ അടുത്ത് മാറി. അപ്പോൾ എൻ്റെ ഡാഡി അമ്മയും എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോണേ. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആശ്രമത്തിൽ ഞാൻ എല്ലാ ആഴ്ചയും കുമ്പസരിക്കാൻ പോകാറുണ്ട്. അവിടുത്തെ അച്ഛൻ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ എനിക്ക് ഇവർക്ക് ആരാധനയ്ക്ക് ഇതുപോലെ തൊട്ടടുത്ത് ഇവരുടെ സ്കൂളിൻ്റെ അടുത്ത് ആരാധന അഡോറേഷൻ കോൺവെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ആരാധനയ്ക്ക് ഇരുത്താം. ഉപവാസമൊക്കെ നമ്മളോർക്കും ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഉപവാസം എടുപ്പിക്കുമെന്ന് ഓർക്കും. പക്ഷേ അതൊക്കെ നമ്മുടെ ഓരോ തോന്നലുകളാണ്. പക്ഷെ ഇവരെ എടുപ്പിച്ച് ഈസി ആയിട്ട് ഇവരത് എടുക്കും. ആഴ്ചയിൽ 1 ദിവസമൊക്കെ ഉപവാസം എടുക്കാറുണ്ട്. പിന്നെ ക്രിസ്സിൻ്റെ ഇപ്പം 2ാമത്തെ ആളുടെ ആദുർബാന കഴിഞ്ഞിട്ടില്ല. ക്രിസ്സിനെ 15 ദിവസത്തിൽ എന്തായാലും കുമ്പസാരിപ്പിച്ചിരിക്കും. 15 ദിവസം വിട്ടു പോകില്ല. ഞാനും അതുപോലെ ബെന്നിയും. ഇപ്പോൾ ബെന്നിക്ക് ഇത് ഭയങ്കര കമ്പലേതായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ധ്യാനം, ലാസ്റ്റ് ധ്യാനം ഡിവൈൻ മേഴ്സിയിൽ കൂടി അത് കിട്ടിയപ്പോൾ നല്ലൊരു ബോധ്യമാണ്. അപ്പോൾ കുമ്പസാരിക്കണം. നമ്മൾ 15 ദിവസം വിട്ട് കുമ്പസാരം പോവരുത്. കാര്യം നമ്മൾ വലിയ കൊലപാതകം അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും നമ്മളത് കുമ്പസാരിക്കുമ്പോൾ നിസ്സാര കാര്യങ്ങൾ നമ്മുടെ അപ്പോൾ നമുക്ക് മനസ്സിലൊരു കളങ്കം നമ്മുടെ ഇല്ല. നിസ്സാരം ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. കാരണം ഇവനിപ്പോൾ കുമ്പസാരിക്കാൻ ഒരു സ്ഥിരമായിട്ടൊരു അച്ഛനുണ്ട് ആശ്രമത്തിൽ. അപ്പോൾ 15 ദിവസം കൂടുമ്പോൾ ആ ഒരാളുടെ അടുത്ത് കുമ്പസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭൗതിക വളർച്ചയിലും മാനസികമായിട്ടുള്ള വളർച്ചയിലും അച്ഛന് ഒരു നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിയും. കാരണം അവൻ കഴിഞ്ഞ തവണ പറഞ്ഞ പാവം വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ ആവർത്തിച്ചാലും അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് തന്നെ കുമ്പസാരിക്കണമെങ്കിൽ ശരിക്കും ഉപദേശിച്ചു കൊടുത്ത് അവൻ്റെ ഒരു മാനസിക വളർച്ചയെ ശരിക്കും സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു അച്ഛനും നല്ല താല്പര്യമാണ്. അച്ഛൻ കറക്റ്റായിട്ട് വിളിക്കും. നമ്മൾ വിളിച്ചില്ലെങ്കിൽ അച്ഛനെ അങ്ങോട്ട് വിളിക്കും. അങ്ങനെ നമുക്ക് അതിനൊക്കെ ഒരു അവസരം കിട്ടി വീട് മാറിയതുകൊണ്ട്. ആ ഈശോ ഒരുക്കി തന്നപ്പോൾ നമുക്ക് ഇതിനെല്ലാം അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പടിപടിയായിട്ടാണ് ഉയർത്തുന്നത്. ഇപ്പോൾ സ്പിരിച്വൽ ലൈഫ് നമുക്ക് ഭയങ്കര നമുക്ക് നല്ലൊരു ലൈഫായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നമ്മെ സ്പർശിക്കുകയും അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായി ഔദാര്യപൂർവം നമ്മിലേക്ക് വർഷിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു. ജീവിതം തന്നെ വിലയായി നൽകി അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിലൂടെ നാം കൂടുതൽ അനുഗ്രഹീതരായി തീരുകയാണ്. നമ്മൾ താമസിക്കുന്നത് നമ്മുടെ സ്വന്തം വീട്. കാറിന് പോവുകയാണെങ്കിൽ 15 മിനിറ്റ് നമ്മൾ കാറിന് പോകണം. 6:30 മാസത്തിന് 6:15 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുമായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റ് 5:30 ആകുമ്പോൾ എല്ലാം തീർത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇവരുടെ ലഞ്ചും എല്ലാം ബോക്സിലാക്കി വെക്കും. അപ്പോൾ അതിന് നമ്മൾ തലേ ദിവസം പിള്ളേരെ ചെറുതുങ്ങളെ
ഒരു 7 മണി കുരിശുവരയോടുകൂടി കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഉറക്കും. ക്രിസ്തു പിന്നെ 10 മണിയാകുമ്പോൾ ഉറങ്ങി. അപ്പോൾ പിന്നെ രാവിലെ ഇവർക്ക് എഴുന്നേൽപ്പിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടില്ല കുർബാനയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇച്ചിരിയും കൂടി അടുത്താണെങ്കിൽ നമുക്കിപ്പോൾ ഭയങ്കര ഇതാണല്ലോ. പിന്നെ നമ്മുടെ അമ്മച്ചിയൊക്കെ നമ്മുടെ പള്ളിയുടെ അടുത്ത് നമുക്ക് ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അമ്മച്ചിയുടെ അടുത്തേക്ക് മാറ്റി പിന്നെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 8:30 പിന്നെ വെന്നിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ കാര്യം നമുക്ക് മനസ്സിൽ ഇതാണെങ്കിലും ചെറിയ കഷ്ടപ്പാട്, വെന്നിക്ക് അലച്ചിലാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പള്ളിയുടെ അടുത്ത് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും അഡോറേഷനൊക്കെ പോകാൻ പാകത്തിന് എവിടെയെങ്കിലും ഒന്നൊരുക്കി തന്നെ ഈശോനോട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒതുങ്ങി കിട്ടൂല. ഈശോയെ നീ തന്നെ, ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട്, നീ തന്നെ ഒരുക്കി തരണേ. പിന്നെ പിള്ളേർ കളിക്കാൻ ഇതുപോലെ നമ്മൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ തന്നെ ഞങ്ങളുടെ വീട് റെൻറ്റിന് കൊടുത്തിട്ട് നമ്മളിപ്പോൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ പലരും ചോദിച്ചു നിങ്ങൾക്ക് എന്താ റെൻറ്റിനായിട്ടൊക്കെ അങ്ങനെ ഇതെന്തിനാ? പക്ഷെ നമ്മളതൊന്നുമില്ല, ഈശോയുടെ അടുത്ത് എല്ലാ ദിവസവും പോകണം. പിന്നെ നമുക്കിപ്പോൾ ഇത് കമ്മിറ്റ്മെൻറ്റ് പോലെയാണ്. കാരണം ഈശോയുടെ അടുത്ത് പോകാൻ വേണ്ടി നമുക്ക് ഒരുക്കി തന്നത്. അപ്പോൾ ഇപ്പം മെയിൻ ഇത് ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കരുത്, അങ്ങനെ പോകണം. അഡോറേഷനൊക്കെ അതുപോലെ പിള്ളേരെ ആണെങ്കിൽ നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ്. നമുക്കിപ്പോൾ നമ്മുടെ അടുത്തൊരു ഫാമിലിയുമൊക്കെ ഉണ്ട്, പിള്ളേർ കളിക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്, എല്ലാം ഒരുങ്ങിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരുക്കി തരുമ്പോൾ ഈശോൻ്റെ അടുത്ത് ഒരിക്കലും നമ്മൾ പോകാൻ മുടങ്ങരുതെന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇവരെ അതുപോലെ ഇവർക്കിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, കൂടുതലായിട്ട് ഇപ്പോൾ നമുക്കുള്ള ഒരു ബോധ്യം അവർക്കില്ല. പക്ഷെ വലുതാവുമ്പോൾ അവർ ആ ഒരു ഇതിൽ അവർ ആ വിശ്വാസത്തിൽ വളർന്ന് വരും എന്നുള്ള ഒരു ബോധ്യത്തിലാണ്. 2017 ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തത്. ഞാൻ അതുവരെ ഏകദേശം ഒരു 14 വർഷം ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രൈവറ്റ് ബാങ്കിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിൽ നല്ലൊരു പ്രഷറുള്ള ജോലിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിലായിരുന്നു. അപ്പോൾ 10-13 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു നിലയിലെത്തി, നല്ലൊരു പൊസിഷനിലായിരുന്നു. അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമുക്ക് 4 കുട്ടികളും പിന്നെ ഫാമിലിയും ഇതെല്ലാം കൂടിയും നമുക്ക് ആ ജോലിയായിട്ട് മാച്ച് ചെയ്ത് പോകില്ല. കാരണം വെച്ചാൽ അത്രയും പ്രഷറും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റണില്ല പ്രോപ്പറായിട്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ജോലി റിസൈൻ ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് വന്നു. അപ്പോൾ അതാകുമ്പോൾ നമ്മളുടെ പേഴ്സണൽ ടൈമിംഗ് ആണ്, നമുക്ക് തന്നെ നമ്മുടെ സമയം ക്രമീകരിക്കാം. അങ്ങനെ ഒരു അവസരം കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ ശരിക്കും കുട്ടികൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടിയത്. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ അത്രയും വലിയൊരു ജോലി വിടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കുമല്ലോ, ഇത്രയും രൂപ ശമ്പളം കിട്ടുന്ന ജോലിയല്ലേ, റിസ്ക് എടുക്കണോ എന്നൊക്കെ. പക്ഷേ എല്ലാം ദൈവം ക്രമീകരിച്ചു എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെ നമുക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മറ്റൊരു മതസ്ഥർക്കും അനുഭവിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ദൈവം നമ്മൾ എല്ലാ ദിവസവും ദൈവത്തെ സ്വീകരിക്കുക എന്നുള്ളത്. അത് നമുക്ക് സാധിക്കാമെന്ന് വെച്ചാൽ ദിവസമുള്ള ബലിയർപ്പണത്തിലേ പറ്റത്തുള്ളൂ. ശരിക്കുമുള്ള ബലിയർപ്പണം എന്താണെന്നുള്ളൊരു ബോധ്യം വന്നാലാണ് ആ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തം ശരിക്കും ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഇല്ലാതെ നമ്മൾ ചുമ്മാ പോയി നിന്ന് കഴിയുമ്പോൾ കാഴ്ചക്കാരായി മാറുകയാണ്. നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടണില്ല. നമ്മൾ അതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നിൽക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ സ്തുതിച്ച് നിന്ന് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അനുഭവങ്ങളാണ്. അതുപോലെ കുർബാനയിൽ നമുക്ക് എന്താണോ നമ്മുടെ വിഷമം എന്താണോ നമ്മളത് ഈശോയ്ക്ക് കൊടുത്താൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് അയ്യോ ഇനി എന്താണെന്ന് വേറൊരാളുടെ പറയേണ്ട ഒരു കാര്യമില്ല. ഈശോയെ നീ തന്നെ നോക്കി തന്നെ എന്ന് പറഞ്ഞാൽ അത് ഈശോ വേണ്ട പോലെ ക്രമീകരിക്കും. ഞങ്ങളുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ്ഡ് ആണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.